ഇവിടെയാണ് ഞാൻ പറഞ്ഞ ബിസിനസ് അക്കൗണ്ട് ആണോ ക്രിയേറ്റർ അക്കൗണ്ട് ആണോ എന്ന് ചോദിക്കുന്നത് പറഞ്ഞത്. അക്കൗണ്ട് ബിസിനസ് അക്കൗണ്ടിലേക്ക് മാറിയിട്ടുണ്ട്. ബിസിനസ് പ്രൊഫൈലിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ നോക്കാം. എത്ര വ്യൂവേഴ്സ് വന്ന്, എത്ര ആളുകൾ ഇന്ററാക്ട് ചെയ്തു, എത്ര ഫോളോവേഴ്സ് വന്നു. ഹായ് നമസ്കാരം, ഞാൻ മുബാറക് CJ. മെറ്റാഡ്സ് ഫ്രീ കോഴ്സ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ബിസിനസ് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കി. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഥവാ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കുക. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. എന്നിരുന്നാലാണ് നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് പേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടെ ആ ഒരു വീഡിയോ കാണണം. കാരണം നിങ്ങൾ പേജിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കാര്യങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം ബിസിനസ് പേജ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലേക്ക് വരുന്ന സമയത്ത് ഞാനൊരു ഓവർവ്യൂ പറയാം. കാരണം ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ എപ്പോഴും ആദ്യം ഒരു പേഴ്സണൽ അക്കൗണ്ടാണ് ഉണ്ടായിരിക്കുക. ഫേസ്ബുക്കിലേതുപോലെ നമ്മൾ ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അണ്ടറിൽ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതല്ല. ഇൻസ്റ്റഗ്രാമിലേക്ക് വരുമ്പോൾ അതിൻ്റെ മെത്തേഡ് മാറി. ഇൻസ്റ്റഗ്രാമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, പേഴ്സണൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്റ്റഗ്രാമിൻ്റെ ബിസിനസ് അക്കൗണ്ടായിട്ട് സ്വിച്ച് ചെയ്യും. അപ്പോൾ ഇതിൽ കുറച്ചൊരു കാര്യം കൂടെ ഞങ്ങൾ ഉൾപ്പെടുത്താം. കാരണം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ബിസിനസ് അക്കൗണ്ട് ആയിട്ട് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വിച്ച് ടു ക്രിയേറ്റർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം പറയാം. അതായത് ഇൻസ്റ്റാഗ്രാം ബിസിനസ് അക്കൗണ്ടും ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റർ അക്കൗണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ നമുക്കതിൽ 2-3 ഓപ്ഷൻസ് നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റർ അക്കൗണ്ടിൽ കിട്ടില്ല. അത് ഇൻസ്റ്റാഗ്രാം ബിസിനസ് അക്കൗണ്ടിൽ മാത്രമാണ് കിട്ടുക. അതായത് ഡീപ്പായിട്ടുള്ള ഇൻസൈറ്റ്, അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാനും ഈ ഷോപ്പ് നൗ എന്ന് പറഞ്ഞ ബട്ടൺസ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബിസിനസ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ AI ഓട്ടോമേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിസിനസ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. AI ഓട്ടോമേഷൻസ് നമുക്ക് ഈ ക്രിയേറ്റർ അക്കൗണ്ടിൽ ചെയ്യാം, പക്ഷേ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ കുറച്ച് ഫീച്ചേഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ക്രിയേറ്റർ അക്കൗണ്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ബിസിനസ് പർപ്പസിനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബിസിനസ് അക്കൗണ്ടായിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് നിങ്ങൾക്ക് ബിസിനസ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിലാണ് ബട്ടൺസ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് ഈ കൊളക്ഷൻ ബട്ടൺസ് ഉണ്ടാവുമല്ലോ, അതേപോലെ ഈ വാട്സപ്പ് ബട്ടൺ, കോൾ, ഇമെയിൽ ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ബിസിനസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഓപ്ഷൻസ് ലഭിക്കുക. അപ്പോൾ നമ്മുടെ കേസിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം ബിസിനസ് അക്കൗണ്ട് ആണ് വേണ്ടത്. ക്രിയേറ്റർ അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യരുത്, ബിസിനസ് അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതെല്ലാം നോക്കാം. അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം എപ്പോഴും ഒരു മൊബൈൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ്. അതുകൊണ്ട് തന്നെ ബ്രൗസറിൽ നമുക്ക് വെബ് ബ്രൗസറിൽ ചെയ്യുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് മൊബൈൽ ത്രൂ ആണ്. മൊബൈൽ ത്രൂ ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വെബ് വഴി ചെയ്യാവുന്നതുമാണ്. പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെറ്റാ ബിസിനസ് സ്യൂട്ടൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ നിന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം. നിങ്ങൾക്ക് മൊബൈൽ ത്രൂ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് മൊബൈൽ ത്രൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതുപോലുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ടോപ്പിക്കുകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. എങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ ആയിരിക്കും വരിക. ഒരു പക്ഷേ നിങ്ങളത് ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് കൊടുക്കരുത്. കാരണം നിങ്ങളുടെ മൊബൈലിൽ ഒരു പക്ഷേ ഫേസ്ബുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലോഗിൻ വിത്ത് കൊടുക്കണ്ട എന്നുള്ളതാണ്, സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ഒന്നെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ താഴെ യൂസ് അതർ അക്കൗണ്ടെന്നോ അല്ലെങ്കിൽ സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഓപ്ഷൻ എന്തെങ്കിലും കാണാൻ സാധിക്കും. ഞാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൻ്റെ കൂടെ വെക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരുപക്ഷേ നിങ്ങൾക്ക് ഞാനിപ്പോൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം ഇതിൽ താഴെ ഞാൻ യൂസ് അനദർ പ്രൊഫൈൽ എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യുന്നത്. അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് യൂസ് അനദർ പ്രൊഫൈലും അല്ല കൊടുക്കേണ്ടത്. നമുക്കിവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഏറ്റവും താഴെ കാണാൻ പറ്റും. ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണാൻ പറ്റും കേട്ടോ. ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ളത് ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലും അത് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ വെച്ചിട്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇമെയിൽ ID വെച്ചിട്ടും ഇവിടെ ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഇമെയിൽ ID വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ID ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ ആണെന്നുണ്ടെങ്കിലും ഇമെയിൽ ID ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു OTP വന്നിട്ടുണ്ടാവും. ഇമെയിൽ ID ആണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇമെയിലിലേക്ക് ആയിരിക്കും OTP വന്നിട്ടുണ്ടാവുക.
അതല്ല മൊബൈൽ നമ്പർ ആണെങ്കിൽ മൊബൈൽ നമ്പറിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളോട് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൻ്റെ പാസ്വേഡാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിങ്ങളോട് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ ആ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിങ്ങളോട് ഫുൾ നെയിം ചോദിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു പേരിൽ യൂസർ നെയിം അവൈലബിൾ ആയതുകൊണ്ടാണ് ഇവിടെ ഗ്രീൻ ടിക്ക് വന്നുള്ളത്. നിങ്ങൾക്ക് ഒരു പക്ഷേ അതിൽ പേരില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ സജഷൻസ് വരും. അതുപോലെ ഒരു ഇൻറ്റു മാർക്ക് ആയിരിക്കും വരിക. അപ്പോൾ ഞാൻ പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു ചേഞ്ചസ് വരുത്തി നോക്കും. ഇപ്പോൾ ഷോപ്പ് കോഡ് പാർസൽ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോപ്പ് കോഡ് ഡോട്ട് പാർസൽ എന്നോ അല്ലെങ്കിൽ അണ്ടർസ്കോർ അല്ലെങ്കിൽ ഇത്രയും കഴിഞ്ഞ ശേഷം അണ്ടർസ്കോർ ഒക്കെ കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ സജഷൻസ് അവർ തരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സജഷൻസിൽ ഇഷ്ടപ്പെട്ടുള്ള യൂസർ നെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഞാനിവിടെ നെക്സ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചോദിക്കും, അത് എഗ്രി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. ഇവിടെ പ്രൊഫൈൽ പിക്ചറൊക്കെ ആഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതൊന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ മുകളിൽ സ്കിപ്പ് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്കിപ്പാണ് കൊടുക്കുന്നത്. വീണ്ടും സ്കിപ്പ് ചെയ്യാണ്, ഇതും സ്കിപ്പ് ചെയ്യാണ്, ഇതും സ്കിപ്പ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നീട് അതിനെ നമ്മൾ ബിസിനസ് അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെ ഇതിനെ ഇൻസ്റ്റഗ്രാം ബിസിനസ്സിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിന് ശേഷമാണ് നമ്മളിവിടെ പ്രൊഫൈൽ പിക്ചർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും, സൈഡിലായിട്ടും താഴെ സൈഡിൽ കാണാൻ പറ്റും ഒരു പ്രൊഫൈൽ ബട്ടൻ്റെ ഐക്കൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. താഴേക്ക് വരിക, ഇവിടെ കാണാൻ പറ്റും അക്കൗണ്ട് ടൈപ്പ് ആൻഡ് ടൂൾസ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും ഈ ഒരു അക്കൗണ്ട് ടൈപ്പ് പേഴ്സണൽ എന്നുള്ളതാണ്. പിന്നെ സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് എന്നുള്ളത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, നേരെ സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നെക്സ്റ്റ് ചോദിക്കും. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഏത് കാറ്റഗറിയാണെന്ന് ചോദിക്കും. അതായത് നമ്മൾ പേജൊക്കെ കാറ്റഗറി കൊടുത്തപ്പോൾ തന്നെ ഏത് കാറ്റഗറിയാണെന്ന് ചോദിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കാറ്റഗറി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഷോപ്പ് ആൻഡ് റീറ്റെയിൽ എന്ന ഒരു കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ മുകളിൽ കാണാൻ പറ്റും ഡിസ്പ്ലേ ആണ് പ്രൊഫൈൽ. അതായത് നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി ബിസിനസ് കാറ്റഗറി ഇവിടെ പ്രൊഫൈലിൽ ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് വരിക എന്നുള്ളത്. അത് നമ്മൾ ആ പ്രൊഫൈൽ പിക്ചറിന് നമ്മൾ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ബയോൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ കാറ്റഗറി കാണിക്കും. അപ്പോൾ അതങ്ങനെ കാണിക്കണോ വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഞാനത് കൊടുക്കുന്നില്ല. ജസ്റ്റ് നമ്മുടെ കാറ്റഗറി സെലക്ട് ചെയ്ത് അക്കൗണ്ട് ആണോ ക്രിയേറ്റർ അക്കൗണ്ട് ആണോ എന്ന് ചോദിക്കുന്നത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് ബിസിനസ് അക്കൗണ്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ബിസിനസ് അക്കൗണ്ട് സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എന്നുള്ളത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. പിന്നെ പ്രൊപ്പോഷണൽ ഇമെയിൽസ് വരുമെന്നുള്ളത് അത് ഇവിടെ ഒഴിവാക്കണമെങ്കിൽ ഓഫാക്കാം, അല്ലെങ്കിൽ ഞാനത് എനേബിൾ ആക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളോട് ഇവിടെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കോൺടാക്റ്റ് നമ്പർ അഡ്രസ്സ് എല്ലാം തന്നെ ആഡ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇത്രയും കൊടുക്കണം, ഡോണ്ട് യൂസ് മൈ കോൺടാക്ട് ഇൻഫർമേഷൻ എന്നുള്ളത് വേണമെങ്കിൽ ടിക്ക് ചെയ്തിട്ട് ഒഴിവാക്കി പോകാവുന്നതാണ്. ഞാൻ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് ഒഴിവാക്കി പോകുന്നുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് എങ്ങനെ പിന്നീട് ആഡ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനവിടെ സ്കിപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് മാറിയിട്ടാണോ എന്ന് ചെക്ക് ചെയ്യേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നേരെ പ്രൊഫൈലിൽ വന്നിട്ട് ഈ 3 ലൈൻ ക്ലിക്ക് ചെയ്യുക, താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും അക്കൗണ്ട് ടൈപ്പ് ആൻഡ് ടൂൾസ് എന്നുള്ളത്. അപ്പോൾ അവിടെ ഓൾറെഡി കാണാൻ പറ്റും അക്കൗണ്ട് ടൈപ്പ് പ്രൊഫഷണൽ. അപ്പോൾ നമ്മുടെ ഈ അക്കൗണ്ട് ബിസിനസ് അക്കൗണ്ടിലേക്ക് മാറിയിട്ടുണ്ട്. ബിസിനസ് അക്കൗണ്ടും പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ആ ഒരു കാറ്റഗറിയുടെ ടൈപ്പിലാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൽ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വളരെ സിമ്പിളാണ്. ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ബയോ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ബയോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഓരോ ഡീറ്റെയിൽസും കൊടുക്കാം. അപ്പോൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കൊടുക്കാം. ശേഷം സേവ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ബയോ കൊടുത്തു, യൂസ് നെയിം കൊടുത്തു. ഇനിയിപ്പോൾ അവിടെ പേര് ഇവിടെ മാറ്റണമല്ലോ, കാരണം ഞാൻ നേരത്തെ നമ്മുടെ പേഴ്സണൽ പേരാണല്ലോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഷോപ്പ് കോഡ് പാർസൽ എന്നുള്ള പേര് തന്നെ കൊടുക്കണം. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കാം. സേവ് കൊടുക്കുക. നമ്മുടെ പേര് മാറ്റി കൊടുത്തു. ഇനി ഇവിടെ ജെൻഡർ ഒന്നും കൊടുക്കണ്ട. ഇനി ലിങ്ക് എന്നുള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഒന്ന് എൻ്റർ ചെയ്തിരുന്നുണ്ട്.
ഇവിടെ ഇനി നമുക്ക് പേജ് കണക്ട് ചെയ്യാനുള്ളതാണ്. താഴെ കാണാൻ പറ്റും പേജ് കണക്ട് ഓർ ക്രിയേറ്റ് എന്നുള്ളത്. അത് നമുക്ക് പേജ് എങ്ങനെ ലിങ്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ചെയ്യുന്നതും ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം വഴി ലിങ്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് ആ ഒരു വീഡിയോയിൽ നോക്കാം. പിന്നെ താഴെ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ സെലക്ട് ചെയ്തിരുന്ന കാറ്റഗറി അത് ഇവിടെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ കോൺടാക്ട് ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കോൺടാക്ട് ഡീറ്റെയിൽസുകളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഫോൺ നമ്പർ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കോളാണോ ടെക്സ്റ്റ് ആണോ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കോൾ കൊടുക്കണമെങ്കിൽ കോൾ കൊടുക്കാം. ജസ്റ്റ് കോൾ കൊടുത്ത് ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാം ഓഡിയോ കോളിംഗ് എനേബിൾ ചെയ്യണമെന്ന് ചോദിക്കുന്നത്. അതായത് നിങ്ങളുടെ ക്ലയൻറ്റിന് അല്ലെങ്കിൽ നിങ്ങളെ പേജിൽ വന്നിട്ട് എൻക്വയറി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് നിങ്ങൾ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാം ത്രൂ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യണമെന്ന് ചോദിക്കുന്നത്. ഞാൻ എനേബിൾ കൊടുത്തിട്ട് ഡൺ കൊടുക്കുന്നു. വീണ്ടും ബിസിനസ് അഡ്രസ്സാണ്. അപ്പോൾ ബിസിനസ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബിസിനസ് അഡ്രസ്സ് കൊടുക്കാം. ഞാനിപ്പോൾ ബിസിനസ് അഡ്രസ്സ് കൊടുക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ വാട്സപ്പ് നമ്പർ. ഇപ്പോൾ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പറിൽ വാട്സപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, കൺട്രി സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രി കോഡ് കൊടുത്തതിന് ശേഷം വാട്സപ്പ് നമ്പർ കൊടുക്കാം, OTP കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വാട്സപ്പും സെറ്റായിട്ട് വരും. ഇത്രയും ചെയ്തതിന് ശേഷം നേരെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ഡിസ്പ്ലേ എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ ഡിസ്പ്ലേ കാറ്റഗറി ഡിസ്പ്ലേ കോൺടാക്ട് ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ളത് ജസ്റ്റ് എനേബിൾ ചെയ്യുക, ഡൺ കൊടുക്കുക. പിന്നീട് നമുക്ക് ഇതിൽ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാന്നുള്ളത് ഇങ്ങനെ നോക്കാം. അതിന് മുമ്പ് ബാക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ബയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബയോ ഉണ്ട്, അതേപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ട്. ഇനി പ്രൊഫൈൽ പിക്ചറാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. പ്രൊഫൈൽ പിക്ചർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ചെയ്ത് കഴിഞ്ഞു. പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ പ്രൊഫൈൽ പിക്ചറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആഡ് യുവർ സ്റ്റോറി അതേപോലെ തന്നെ ആഡ് പ്രൊഫൈൽ പിക്ചർ എന്നത് കാണാൻ പറ്റും. ഇത് രണ്ടും ഇങ്ങനെ വരാനുള്ള കാരണം വെച്ചാൽ ആഡ് യുവർ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോറി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരിക്കലും അത് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ നമുക്കിവിടെ പ്രൊഫൈൽ പിക്ചറാണ് വേണ്ടത്. പ്രൊഫൈൽ പിക്ചർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ഫ്രം ലൈബ്രറി, ഇമ്പോർട്ട് ഫ്രം ഫേസ്ബുക്ക്, ടേക്ക് ഫോട്ടോ. നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് അപ്പം തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇമ്പോർട്ട് ഫ്രം ഫേസ്ബുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും കൊടുക്കാം. ഇമ്പോർട്ട് ഫ്രം ഫേസ്ബുക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് ലിങ്ക് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് ഫേസ്ബുക്ക് ലിങ്ക് ചെയ്യുന്ന ഭാഗത്തേക്കും നമ്മളിപ്പോൾ എത്തിയിട്ടില്ല, മുന്നോട്ട് പോകുമ്പോഴാണ് അതൊക്കെ എത്തുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഗാലറിയിൽ നിന്നും നിങ്ങളുടെ ലോഗോ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ലോഗോ ഇവിടെ ചൂസ് ചെയ്യുന്നുണ്ട്. ഗാലറിയിൽ നിന്ന് നേരെ ഡൺ ക്ലിക്ക് ചെയ്യുന്നു, സെലക്ട് ചെയ്യുക, ഡൺ കൊടുക്കുക. നമ്മുടെ ലോഗോ പ്ലേസ് ആയി കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിലാണ്, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഇതിലുള്ള ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ ബിസിനസ് പ്രൊഫൈലിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ നോക്കാം. കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തു, ബയോ നല്ല രീതിയിൽ കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ താഴെ കാണാൻ പറ്റും കോൺടാക്റ്റ് എന്നുള്ളത്. കോൺടാക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ, അതായത് നിങ്ങളുടെ കസ്റ്റമറിന്, നിങ്ങളെ ഫോളോവേഴ്സിന് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കാണിക്കും. നിങ്ങളപ്പോൾ വാട്സപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വാട്സപ്പിൻ്റെ നമ്പർ അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് മാത്രം കണക്ട് ചെയ്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡെമോ പർപ്പസിന് വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻ കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇൻസൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. എത്ര വ്യൂവേഴ്സ് വന്ന്, എത്ര ആളുകൾ ഇൻട്രാക്ട് ചെയ്തു, എത്ര ഫോളോവേഴ്സ് വന്നു എന്നും തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ രീതിയിലാണ് ഇൻസ്റ്റാഗ്രാം പ്രൊഫഷണൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെങ്ങനെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കി. അപ്പോൾ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ മറക്കണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോ പറ്റില്ല എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാവുന്നതാണ്. കൂടാതെ ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വരുന്ന ടോപ്പിക്കിൽ എങ്ങനെ നമുക്ക് വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.